വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് റെയിൽവേ എക്സാംസിൽ ചോദിച്ചിട്ടുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ ടോട്ടൽ എമൗണ്ട് പേയബിൾ ഓൺ എ സം ഓഫ് റുപ്പീസ് 12,500 after 2 years at the rate of 10% per annum if the interest is compounded annually? 12,500 രൂപ 2 വർഷത്തേക്ക് 10% പലിശയിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എത്രയായിരിക്കും എമൗണ്ട് കിട്ടുക 2 വർഷത്തിന് ശേഷം? അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമുക്ക് എമൗണ്ടും അതുപോലെ ഇൻട്രസ്റ്റൊക്കെ കാണാൻ പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സക്സസീവ് ചേഞ്ച് മെത്തേഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം 10%, അതായത് റേറ്റിന് ഫ്രാക്ഷനാക്കി എഴുതുക. 1/10 എന്ന് വരും. ഇനി 10ൽ ഡിനോമിനേറ്റർ ആയിട്ടുള്ള വാല്യൂവിനെ ഏതായിട്ട് കൺസിഡർ ചെയ്യണം? പ്രിൻസിപ്പിളായിട്ട് കൺസിഡർ ചെയ്യണം. ഇവിടുത്തെ പ്രിൻസിപ്പിൾ എത്രയാണ്? 10. എമൗണ്ട് എത്രയാകും ഒരു വർഷത്തിന് ശേഷം? 10 + 1, അതായത് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ആഡ് ചെയ്യുക. അപ്പോൾ 10 പ്രിൻസിപ്പിൾ ഒരു വർഷത്തിന് ശേഷം 11. ഇതിപ്പോൾ ആദ്യത്തെ ഇയറിൽ നമുക്ക് എത്ര ഇയർ ഉണ്ട്? 2 വർഷമുണ്ട്. അപ്പോൾ രണ്ടാമത്തെ വർഷം എന്ത് തന്നെ സംഭവിക്കുന്നത്? 10 11. അപ്പോൾ ടോട്ടൽ പ്രിൻസിപ്പിൾ എത്ര വന്നു? 10. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ടോട്ടൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 100 ആയിരുന്നു. അത് എത്രയായിട്ട് എമൗണ്ട് ആയി? 121 കൂടി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന, അതായത് എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിൻസിപ്പിൾ പ്ലസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇതിൽ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് നമ്മൾ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്രയാണോ കടമെടുക്കുന്നത് അതാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. ഈ കേസിലാണെങ്കിൽ 12,500 ആണ് പ്രിൻസിപ്പൽ എമൗണ്ട്. ചോദിച്ചിരിക്കുന്നത് എമൗണ്ട് ആണ്. ഇനി എമൗണ്ട് എങ്ങനെയാണ് കിട്ടുന്നത്? പ്രിൻസിപ്പലിനോട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എമൗണ്ട് കിട്ടുക. അപ്പോൾ നമുക്കിവിടെ എമൗണ്ടും പ്രിൻസിപ്പലും ഉണ്ടെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര വരും? ഇത് തമ്മിലുള്ള വ്യത്യാസം 21 യൂണിറ്റ് ആണ് എന്ത് വരുന്നത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുന്നത്. നമുക്കിവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നേക്കുന്നത് പ്രിൻസിപ്പിൾ 12,500. നമ്മൾ ഈ റേഷ്യോ മെത്തേഡിൽ എഴുതിയപ്പോൾ നമുക്ക് എത്ര പ്രിൻസിപ്പിൾ എന്ന് കിട്ടിയത്? 100 യൂണിറ്റ് ആണ് പ്രിൻസിപ്പിൾ. അപ്പോൾ 100 യൂണിറ്റ് ആണ് എത്ര? 12,500. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയായി? 0 കട്ട് ചെയ്തു. 1 യൂണിറ്റ് എന്ന് പറയുന്നത് 125 വന്നു. ചോദിച്ചേക്കുന്നത് എന്താണ്? എമൗണ്ട് ആണ് ചോദിച്ചേക്കുന്നത്. എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാ? 221 യൂണിറ്റ്. അപ്പോൾ 121 യൂണിറ്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 125 × 11 × 11 ചെയ്യുമ്പോൾ എത്ര ആൻസർ കിട്ടും? നമുക്കിതിൽ വേണമെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾ ഏതൊന്ന് ചെക്ക് ചെയ്താലും മതി, ഫുൾ ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെ 11ൻ്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യാം? നമ്മൾ 10 11 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് എന്ത് തന്നെ ചെക്ക് ചെയ്താൽ മതി? 11ൻ്റെ മൾട്ടിപ്പിൾസ് ഏതെങ്കിലും ഉണ്ടോ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നോക്കുമ്പോൾ 11ൻ്റെ മൾട്ടിപ്പിൾ ഓഡ് പൊസിഷനിലെയും ഈവൻ പൊസിഷൻസിലെയും നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ 0യോ 11ഓ 11ൻ്റെ മൾട്ടിപ്പിളോ ആയിരിക്കണം. നമുക്ക് നോക്കി നോക്കാം. ഇവിടെയാണെങ്കിൽ 6 8 - 6 0യും അല്ല, 11ൻ്റെ മൾട്ടിപ്പിളും അല്ല, 11ഉം അല്ല. ഇവിടെയാണെങ്കിലോ 8, ഇവിടെയാണെങ്കിൽ 16. അപ്പോൾ ഇവിടെയും എന്തല്ല? 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ഇവിടെയാണെങ്കിൽ 2 + 5 7 ആണ്. 5 + 2 7 ആണ്. 7 - 7 0 വന്നു. ഇവിടെയാണെങ്കിൽ എന്ത് വരില്ല? 0യും വരില്ല, 11ഉം വരില്ല, 11ൻ്റെ മൾട്ടിപ്പിളും വരില്ല. അപ്പോൾ ആൻസർ എത്ര വന്നു? ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. നമുക്ക് ഈ പറഞ്ഞ മെത്തേഡ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. 10 11 എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ആൻസർ. 11ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് ആകെ ഒരു ഓപ്ഷൻ ഉള്ളൂ, ഓപ്ഷൻ സി. ക്ലിയർ ആണല്ലോ? അടുത്തത്, ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ എ സം ഓഫ് റുപ്പീസ് 10,000 ബിക്കം 13,310 at 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പെർ ആനം കോമ്പൗണ്ടഡ് ആനുവലി? എത്ര വർഷം കൊണ്ടാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ 10,000 രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ 13,310 രൂപയാവുക 10% ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ? ഇത് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ജനറലായിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ചാപ്റ്ററിൽ വരുന്ന ഇക്വേഷനാണിത്. എമൗണ്ട് ഇസ് ഈക്വൽ ടു പ്രിൻസിപ്പിൾ ഇൻറ്റു 1 + r/100 റേസ് ടു ടി. ഇതിൽ എ എന്ന് പറഞ്ഞാൽ എമൗണ്ട്, പി പ്രിൻസിപ്പൽ, ആർ റേറ്റ്, ടി അല്ലെങ്കിൽ എൻ അതായത് സമയം അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 13,310 ഈക്വൽ ടു 10,000 ഇൻറ്റു 1 + 10/100 റേസ് ടു ടി. ഇതിൽ ടി എത്രയാണെന്നാണ് കാണേണ്ടത്, അതായത് എത്ര വർഷം ഉണ്ടെന്നാണ് കാണേണ്ടത്. 0യും കട്ട് ചെയ്തു. ബാക്കിയുള്ള 1000ൻ്റെ താഴേക്ക് വരാൻ നമ്മൾ LHSലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ ഡിവൈഡ് ബൈ 1000 എന്ന് വരും. ഈക്വൽ ടു
11/10⁻t. ഓക്കെ ആണല്ലോ. ഇങ്ങനെ നമുക്ക് പവേഴ്സ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ബേസിസ് ഈക്വൽ ആണെങ്കിൽ അവരുടെ പവേഴ്സ് നമുക്ക് ഇക്വേറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 1331/1000നെ 11/10ൻ്റെ പവറാക്കി എഴുതണം. അപ്പോൾ 11ൻ്റെ ഏത് പവർ എടുക്കുമ്പോഴാണ് നമുക്ക് 1331 കിട്ടുക? 11⁻³ അല്ലേ? അതായത് 11³ ആണ് 1331. അതേപോലെ തന്നെ 10ൻ്റെ ക്യൂബാണ് 1000. അപ്പോൾ ഈ സംഭവത്തിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 11/10⁻³ ഈക്വൽ ടു 11/10⁻t. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായി? ബേസ് സെയിം ആയി. ബേസ് സെയിം ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? പവേഴ്സ് രണ്ടും ഇക്വേറ്റ് ചെയ്ത് എഴുതാം. സമയം എത്ര വന്നു? t is equal to 3 years. 3 വർഷം കൊണ്ടാണ് 10,000 രൂപ 13,310 രൂപയായിട്ട് മാറുക. ഓപ്ഷൻ ഡി. അടുത്തത്, a certain sum of money invested at compound interest becomes rupees 13,380 after 3 years and rupees 20,070 after 6 years when the interest is compounded annually. Find the amount. എത്രയോ റേറ്റിൽ നമ്മൾ 3 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 13,380 രൂപയായിട്ടും 6 വർഷത്തിൽ അത് 20,070 രൂപയായിട്ടും മാറും. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. പ്രിൻസിപ്പൽ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? കൂട്ടത്തിൽ ചെറിയ വാല്യൂ, അതായത് സ്മോളസ്റ്റ് വാല്യൂൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ലാർജസ്റ്റ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എമൗണ്ട്, ചെറിയ എമൗണ്ടിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ വലിയ എമൗണ്ടിൻ്റെ സ്ക്വയർ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എന്ത് കിട്ടും? പ്രിൻസിപ്പിൾ കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. 13,380 ഇൻറ്റു 13,380 ഡിവൈഡഡ് ബൈ 2070. 0യും 0യും കട്ട് ചെയ്തു. ഇനി 3 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 6, 6, 9. ഇവിടെ ആണെങ്കിൽ 4, 4, 6, 0 അല്ലേ? എഗെയിൻ ഇവിടെ നമ്മൾ 3 വെച്ചിട്ട് കട്ട് ചെയ്യാണ്. ഇനിയോ 223 ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴൊക്കെ 446 കിട്ടുക? ഇൻറ്റു 2 ചെയ്താൽ മതി അല്ലേ? കട്ട് ചെയ്ത് 2 വന്നു. അപ്പോൾ പ്രിൻസിപ്പിൾ എത്രയാണ്? 4,460 ഇൻറ്റു 2. അപ്പോൾ എത്ര ആൻസർ വരിക? 8,920. ഓപ്ഷൻ ബി. ക്ലിയർ ആണല്ലോ ഈ ഒരു കുഞ്ഞു ഇക്വേഷൻ? ഇത് ഏത് കേസിലാണ് യൂസ് ചെയ്യേണ്ടത്? ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പ് സെയിം അല്ലേ? അതായത് നമ്മൾ 0 കൗണ്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ 0 3 വർഷത്തെ എമൗണ്ട് തന്നേക്കുന്നത്, പിന്നെ എത്ര വർഷത്തെ തന്നേക്കുന്നത്? 6 വർഷത്തെ തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇയർ ഗ്യാപ്പ് സെയിം എന്ന് പറഞ്ഞത് എവിടെ നിന്നാണ്? 0യിൽ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ ഇവിടെയാണെങ്കിലും 3 വർഷത്തിൻ്റെ ഗ്യാപ്പ്, ഇവിടെയാണെങ്കിലും 3 വർഷത്തിൻ്റെ ഗ്യാപ്പ്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള കേസിൽ, അത് ഇയർ ഗ്യാപ്പ് 0 കൗണ്ട് ചെയ്യുമ്പോൾ ഈക്വൽ ആവുന്ന കേസിൽ മാത്രമാണ് നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ റാൻഡം ആയിട്ട് ഏതെങ്കിലും 2 വർഷത്തെ തന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ 2 വർഷത്തെ 4 വർഷത്തെയും തന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താ? 0യും 2ൻ്റെയും 4ൻ്റെയും ഇടയ്ക്കുള്ള ഇയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈക്വലാണ്. അതേസമയം 2ഉം 3യും ആണ് തരുന്നതെങ്കിലോ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ ഇയർ ഗ്യാപ്പ് സെയിം ആണെങ്കിൽ മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത്, if the simple interest on a sum of money at 8% per annum for 2 years is 1,000, find the compound interest on the same sum for the same period at the same rate in case of annual compounding. സിമ്പിൾ ഇൻട്രസ്റ്റിൽ എത്രയോ ഒരു സമ്മ് നമ്മൾ 2 വർഷത്തേക്ക് 8% പലിശയിൽ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് എത്ര? 1000. 1000 എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതേ സമ്മിൽ അതേ പീരീഡ് അതേ റേറ്റ് ആണെങ്കിൽ എത്രയായിരിക്കും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുക? ഇതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ആദ്യത്തെ കേസിൽ എന്താ പ്രിൻസിപ്പിൾ കാണാം. അപ്പോൾ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പ്രീവിയസ് ക്ലാസ്സിൽ സിമ്പിൾ ഇൻട്രസ്റ്റിൽ പറഞ്ഞതാണ്. ടോട്ടൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന എത്രയാണ് വരിക? റേറ്റ് ഇൻറ്റു ടൈം ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എത്രയാണ്? റേറ്റ് എന്ന് പറയുന്നത് 8% ഇൻറ്റു 2. അപ്പോൾ 16% എന്ന് കിട്ടി. എന്ത്? സിമ്പിൾ ഇൻട്രസ്റ്റ്. 16%ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ച്വൽ വാല്യൂ ആണല്ലോ 1000. 16% ആണ് 1000. അപ്പോൾ 1% എത്രയായി? 1000/16 ആയി.
ഇനി പ്രിൻസിപ്പലിനെ നമ്മൾ എപ്പോഴും എത്ര പെർസെൻറ്റേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക? എല്ലാ കേസിലും പ്രിൻസിപ്പൽ 100%. നമ്മൾ 1% 1000/16 ആണെങ്കിൽ 100% അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അത് എത്ര വരും? പ്രിൻസിപ്പൽ ഇസ് ഈക്വൽ ടു 100% ഇസ് ഈക്വൽ ടു 1000/16 ഇൻറ്റു 100. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് പ്രിൻസിപ്പൽ. ഇതിപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. പി ഇസ് ഈക്വൽ ടു 1000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 16. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? 8% ആണ് റേറ്റ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? സക്സസീവ് ചേഞ്ച് മെത്തേഡിലാണ് ചെയ്യുന്നതെങ്കിൽ തന്നിരിക്കുന്ന റേറ്റിനെ ആദ്യം ഫ്രാക്ഷനാക്കി എഴുതാം. അപ്പോൾ 8% ഈക്വൽ ടു 2/25 ആണ്. 4 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 2/25 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പളിൻ്റെയും എമൗണ്ടിൻ്റെ റേഷ്യോ എങ്ങനെ വരും? ഡിനോമിനേറ്റർ പ്രിൻസിപ്പളായിട്ടും എമൗണ്ട് എന്ന് പറയുന്നത് 25 + 2, അതായത് ഡിനോമിനേറ്റർ പ്ലസ് ന്യൂമറേറ്റർ. 25 27, അഗെയിൻ 25 27, അപ്പോൾ 625 729. ഓക്കെ ആണല്ലോ? ചോദിച്ചേക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാണുക? ഇത് രണ്ടും കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ആയി. അല്ലെങ്കിൽ നമുക്ക് A + B + AB/100 ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എന്ത് കാണാം? ടോട്ടൽ, അതായത് 8% വെച്ചിട്ട് 2 വർഷത്തേക്കാണെങ്കിൽ ടോട്ടൽ വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കേസിലാണെങ്കിൽ എയും ബി എന്ന് പറയുന്നത് റേറ്റ് പെർസെൻറ്റേജ് ആണ്. രണ്ട് കേസിലും 8 ആയതുകൊണ്ട് നമ്മൾ 8 + 8 + 8 ഇൻറ്റു 8/100 എന്ന് പറയുമ്പോൾ 16.64 എന്ന് ആൻസർ വരും. അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഈ രീതി ചെയ്യുകയാണെങ്കിൽ പ്രിൻസിപ്പലും എമൗണ്ടുമായി 625 യൂണിറ്റും 729 യൂണിറ്റും. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രം എത്ര വന്നു? 729 മൈനസ് 625. അപ്പോൾ 104 യൂണിറ്റ് ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇത്രയും യൂണിറ്റ് എത്രയെന്നാണ് കാണേണ്ടത്. ഓക്കെ ആണല്ലോ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു 104 യൂണിറ്റ്. അപ്പോൾ പ്രിൻസിപ്പൾ 625 യൂണിറ്റാണ്. ശരിക്കും ഈ പ്രിൻസിപ്പളിൻ്റെ വാല്യൂ എത്രയാണ്? 1000 × 100 ഡിവൈഡഡ് ബൈ 16 നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ 625 യൂണിറ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പളായിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത് 625 യൂണിറ്റ് ആണ്. അതിൻ്റെ ശരിക്കും വാല്യൂ ആണ് 1000 × 100/16. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയായി? 1000 × 100 ഡിവൈഡഡ് ബൈ 16. ഈ 625നെ 25 × 25 എന്ന് എഴുതി. നമുക്ക് കാണേണ്ടത് 104 യൂണിറ്റ് എത്രയാണെന്നാണ് കാണേണ്ടത്. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി? ഇതിനെ 104 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇൻറ്റു 104. അപ്പോൾ എത്ര വരിക? 4 40 10 4 1040. ഓപ്ഷൻ ബി. ഇത്രയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുക. ഓക്കെ ആണല്ലോ? അടുത്ത ദിവസത്തിലേക്ക് പോവാം. If 2 years ago Ravi borrowed an amount of rupees 3,000 from Monu at 4% compound interest per annum, then what is the total amount Ravi has to pay to Monu to repay it? 2 വർഷം മുന്നേ രവി മോനുവിൻ്റെ അടുത്ത് നിന്ന് 3000 രൂപ കടമായിട്ട് വാങ്ങിച്ചു. 4% പലിശയിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രവി എത്ര രൂപ കൊടുത്താലാണ് ഈ ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ വാങ്ങിച്ചേക്കുന്നത് ടോട്ടൽ എമൗണ്ട് എത്രയാണ് കൊടുക്കേണ്ടതെന്നാണ് വെച്ചേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? 4% എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രാക്ഷൻ ആക്കുക. അപ്പോൾ എത്ര വരിക? 1/25 വരിക. 1/25 വന്നു കഴിഞ്ഞാൽ പ്രിൻസിപ്പലിൻ്റെ എമൗണ്ടിൻ്റെ റേഷ്യോ എങ്ങനെ വരും? 25/26 ആയി. അത് ആദ്യത്തെ വർഷം. രണ്ടാമത്തെ വർഷം എഗെയിൻ എന്ത് തന്നെയാണ്? 25/26 ആയി. നമ്മൾ 4%നെ ഫ്രാക്ഷനാക്കി 1/25 എന്നാക്കി. അപ്പോൾ 25 എന്തായി? 26 ആയി. എഗെയിൻ 25/26 ആയി. അപ്പോൾ 25 സ്ക്വയർ ആയി. എന്ത്? പ്രിൻസിപ്പൾ 26 സ്ക്വയർ ആണ് എമൗണ്ട്. നമുക്ക് എമൗണ്ട് ആണ് കാണേണ്ടത്. തന്നേക്കുന്നത് പ്രിൻസിപ്പലാണ്. നമുക്ക് എഴുതിയേക്കുന്നതനുസരിച്ച് പ്രിൻസിപ്പൽ എത്രയാണ്? 25 സ്ക്വയർ ആണ് പ്രിൻസിപ്പൽ. അപ്പോൾ 25 സ്ക്വയർ ഇസ് ഈക്വൽ ടു 3000. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയാണ്? 3000 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 25. എമൗണ്ട് ആണ് ചോദിച്ചേക്കുന്നത്. എമൗണ്ട് കാണാൻ വേണ്ടി എത്ര യൂണിറ്റ് കണ്ടാൽ മതി? 26 സ്ക്വയർ, അതായത് 676 യൂണിറ്റ് എത്രയാണെന്ന് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് ഒരു യൂണിറ്റ് കിട്ടി എത്രയാണ്? 3000/625 ആണ്. അപ്പോൾ 676 യൂണിറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇതേ ഇൻറ്റു 676 ചെയ്യാം. അപ്പോൾ 30 × 100 3000 ഡിവൈഡഡ് ബൈ 25 × 25 ഇൻറ്റു 7676. 25 വെച്ചിട്ട് കട്ട് ചെയ്തു 4 വന്നു. 5 വെച്ച് കട്ട് ചെയ്തു 6 വന്നു. അപ്പോൾ എത്രയാ? 24
ഒരു 5 ഉണ്ട്. Amount is equal to 6 into 4 into 676 divided by 5. 24 into 676 ചെയ്യുമ്പോൾ ഓക്കെ 16,224 നമുക്ക് ന്യൂമറേറ്ററിൽ ഒന്ന് താഴെ ആരും കൂടി ഉണ്ട് 5 ഉണ്ട്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 16,224 by 5. 32 വെച്ചിട്ട് തുടങ്ങുന്ന ആൻസർ ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഓപ്ഷൻ വെച്ച് നോക്കിയിട്ട് എവിടെ വെച്ചാണോ നിർത്തേണ്ടത് അവിടെ വെച്ചിട്ട് നിർത്തുക, ആൻസർ മാർക്ക് ചെയ്യുക. അടുത്തത്, രാജ് ഇൻവെസ്റ്റഡ് 14,000 at 10% per annum for 1 year at compound interest compounded half yearly. The amount received by him is. രാജ് 14,000 രൂപ 10% ഇൻട്രസ്റ്റിൽ ഒരു വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ ഇവിടെ എന്താണ്, ഇത് ഹാഫ് ഇയർലി ആണ് കൗണ്ട് ചെയ്യുന്നത്. നമ്മൾ ഇത്ര നേരം ചെയ്ത ക്വസ്റ്റ്യനിലെല്ലാം കോമ്പൗണ്ടിങ് ആനുവലി അങ്ങനെയെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, ഹാഫ് ഇയർലി ആയിട്ടാണ് കൗണ്ട് ചെയ്യുക. അതായത് ഹാഫ് ഇയർ എന്ന് പറയുമ്പോൾ എത്ര മാസം വരും? 6 മാസം. അപ്പോൾ നമ്മൾ ഓരോ 6 മാസം കൂടുമ്പോഴാണ് പലിശ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 10% എങ്ങനെയാണ്, പെർ ആനം, അതായത് 12 മാസത്തേക്കാണ്. പെർ ആനം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ 12 മാസമാണ് ഉള്ളത്. അപ്പോൾ 12 മാസത്തേക്കാണ് എത്ര ശതമാനം പലിശ? 10% പലിശ. ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ എത്രയായി? 6 months ആയി ഇല്ലേ? അപ്പോൾ 12നെ by 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 months കിട്ടും. അപ്പോൾ ഇവിടെ എന്ത് തന്നെ ചെയ്യണം? 2 ചെയ്യുക. അപ്പോൾ 6 മാസത്തേക്ക് അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആയിട്ട് വരുമ്പോൾ റേറ്റ് എത്ര വരും? 5% വരുള്ളൂ. 10% അല്ല വരിക. മനസ്സിലായല്ലോ? അപ്പോൾ ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ എത്രയാണോ റേറ്റ് പെർസെൻറ്റേജ് തന്നേക്കുന്നത് അതിൻ്റെ ഹാഫ് ആയിരിക്കും നമ്മൾ ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട റേറ്റ് പെർസെൻറ്റേജ്. ഓക്കെ, അപ്പോൾ റേറ്റ് പെർസെൻറ്റേജ് കിട്ടി. ഇനി 1 ഇയറിൽ ടോട്ടൽ 12 മാസം ഉണ്ട്. 6 മാസമായിട്ട് കണക്ക് കൂട്ടുമ്പോൾ എത്ര തവണ 6 വരും? 2 തവണ 6 വരുമ്പോഴല്ലേ ടോട്ടൽ 12 വന്നിട്ട് 1 ഇയർ ആവാം. ഒരു 1 ഇയറിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്, പക്ഷേ ഹാഫ് ഇയറിലായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളൂ. അപ്പോൾ എത്ര തവണ വരും? 5% പലിശയിൽ 2 തവണ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ എന്താ ചോദിച്ചേക്കുന്നത്? എമൗണ്ട് കിട്ടുക. ക്ലിയർ ആണോ? 5% കിട്ടി. 6 മാസം വീതമായതുകൊണ്ട് 2 തവണ വരും. 5% വെച്ചിട്ട് 2 തവണ വെച്ച് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? എമൗണ്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ 5%ന് ഫ്രാക്ഷൻ ആക്കുമ്പോൾ എന്താണ് വരുന്നത്? 1/20 എന്നാണ് വരുന്നത്. 1/20 വന്നു കഴിഞ്ഞാൽ 20 ആയിരുന്നത് 21 ആയി. എഗെയിൻ 20 ആയിരുന്നത് 21 ആയി. 2 തവണ ചെയ്തു. 2 തവണ ചെയ്യുമ്പോഴാണ് 1 ഇയർ ആവുക. അതുകൊണ്ടാണ് 2 തവണ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ പ്രിൻസിപ്പിൾ 400ഉം എമൗണ്ട് 441 ആയി. ഓക്കെ ആണല്ലോ? പ്രിൻസിപ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. 400 യൂണിറ്റ് ആണെന്ത്? 14,000. 0 കട്ട് ചെയ്തു. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 140/4 എന്നായി. ചോദിച്ചേക്കുന്നത് ആരെയാണ്? എമൗണ്ട് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എമൗണ്ട് ഇസ് ഈക്വൽ ടു 140/4 ഇൻറ്റു 441. 4 സെറ്റ് കട്ട് ചെയ്യുമ്പോൾ 35 വരും. അപ്പോൾ 441 ഇൻറ്റു 35. യൂണിറ്റ് ഡിജിറ്റ് രണ്ടെണ്ണത്തിൻ്റെയും 5 തന്നെയായിട്ട് നമുക്ക് ചെയ്ത് നോക്കുക. മൂവായിരത്തി 15,435. 15,435 ഓപ്ഷൻ എ ആയിരിക്കും എന്ത്? എമൗണ്ട് വരാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ വരുന്ന വ്യത്യാസം മാത്രമാണ് ഈ ക്വസ്റ്റ്യനിലുള്ളൂ. അടുത്തത്, അരുൺ ബോറോഡ് എ സം ഓഫ് 9,000 ഫ്രം ജയന്തി അറ്റ് 10% റേറ്റ് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പെർ ആനം. Compound interest per annum compounded annually. Find the total amount paid by Arun after 2 years to clear all dues.
അരുൺ ജയന്തിയുടെ കയ്യിൽ നിന്ന് 9,000 രൂപ 10% പലിശയിൽ കടമായിട്ട് വാങ്ങിച്ചു. ആനുവലിയാണ് ഇൻട്രസ്റ്റ് കണക്ക് കൂട്ടുന്നത്, അപ്പോൾ പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല. ഫൈൻഡ് ദ എമൗണ്ട് പെയ്ഡ് ബൈ അരുൺ ആഫ്റ്റർ 2 years ടു ക്ലിയർ ഓൾഡ് ഡ്യൂസ്. എന്താണ് ചോദിച്ചേക്കുന്നത്? എഗെയിൻ എമൗണ്ട് തന്നെ ചോദിച്ചേക്കുന്നത്. റേറ്റ് എത്രയാണ്? 10%. 10% എന്ന് പറയുമ്പോൾ റേറ്റ് ഫ്രാക്ഷനിലേക്ക് ആക്കുമ്പോൾ 1/10 എന്ന് വരും. 1/10 ആണ് ഫ്രാക്ഷൻ എങ്കിൽ 10,000 പ്രിൻസിപ്പൽ എത്രയായി? എമൗണ്ട് 11 ഇത് ഒരു വർഷത്തേക്ക് നമുക്ക് ചോദിച്ചേക്കുന്നത് എത്ര വർഷം? 2 വർഷമാണ് വെച്ചേക്കുന്നത്. അപ്പോൾ വീണ്ടും 10, ആദ്യത്തെ വർഷം 11 രണ്ടാമത്തെ വർഷവും 11 അപ്പോൾ ടോട്ടൽ 100 എന്താവുന്നത്? 121 ആവുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ 100 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, അതായത് പ്രിൻസിപ്പലാണ് 9,000. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയായി? 1 യൂണിറ്റ് ഇസ് ഈക്വൽ ടു 90. അങ്ങനെയാണെങ്കിൽ 121 യൂണിറ്റ് എന്ന് പറയുമ്പോൾ എമൗണ്ട് ഇസ് ഈക്വൽ ടു 90 × 11 × 11. അപ്പോൾ 90 × 11 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 990 എന്ന് വരും. എഗെയിൻ ഇൻറ്റു 11 ചെയ്യുമ്പോൾ 0 9 10,890. ഓപ്ഷൻ ബി. ഇത്രയാണ് എമൗണ്ട് വരിക. ഓക്കെ ആണല്ലോ. അടുത്തത് ദ എമൗണ്ട് ഓൺ എ സം ഓഫ് ₹2,400 at 5% per annum കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി ഇൻ 2 years വിൽ ബി. ഇവിടെയും എമൗണ്ട് കാണാനാണ്. വ്യത്യാസം എന്താണ്? 5% ആണ്. 5% എന്ന് പറയുമ്പോൾ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 1/20 വരും. 1/20 വന്നു കഴിഞ്ഞാൽ പ്രിൻസിപ്പലും എമൗണ്ടും എങ്ങനെയാണ് വരിക? 2021 ആയി. 2021 2 വർഷത്തേക്കല്ലേ? ഓക്കെ. അപ്പോൾ 400 441 നമുക്ക് തന്നേക്കുന്നത് 2,400 പ്രിൻസിപ്പലാണ്. ഇവിടെ നമുക്ക് എത്ര കിട്ടിയേക്കുന്നത്? പ്രിൻസിപ്പൽ 400 കിട്ടിയേക്കുന്നത്. അപ്പോൾ 400 = 2,400. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയായി? 0 കട്ട് ചെയ്തു. ഒരു യൂണിറ്റ് 6 ആയി. അപ്പോൾ എമൗണ്ട് എത്ര വരും? 441 × 6. ഓക്കെ. ഇതിലും എല്ലാത്തിൻ്റെയും യൂണിറ്റ് ഡിജിറ്റ് 6 തന്നെയാണ്. 2,646. ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? അടുത്ത ദിവസത്തിലേക്ക് പോവാം. ഇഫ് ദ ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി, വാട്ട് വിൽ എ സം ഓഫ് 16,000 become after 1 year at 20% per annum? ഇവിടെ എന്താണ്? ഹാഫ് ഇയറിലാണ് കണക്കൂട്ടുന്നത്. 16,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 20% ആണ് പെർ ആനം 20%. ഹാഫ് ഇയർലി ആയിട്ടാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ റേറ്റ് എങ്ങനെ എടുക്കണം? തന്നിരിക്കുന്ന റേറ്റിൻ്റെ പകുതി. അതെന്താ? 12 മാസത്തേക്കാണ് 20. അപ്പോൾ ഒരു മാസത്തേക്ക് 20/12. 6 മാസത്തേക്ക് 20/12 × 6 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 10% കിട്ടും. അതിനെയാണ് നമ്മൾ ഡയറക്റ്റ്ലി 20/2 10% എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ റേറ്റ് എത്രയായി? റേറ്റ് 10% ആണ് റേറ്റ്. അപ്പോൾ 1/10 എന്ന് വന്നു. 10 11 ആയി. അങ്ങനെ എത്ര തവണ ചെയ്യണം? ഒരു വർഷത്തേക്കാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? 1 ഇയർ. 1 ഇയറിൽ നമ്മൾ ഹാഫ് ഇയർലി ആയിട്ട് കണക്കാക്കുമ്പോൾ എത്ര തവണ വരും? ആദ്യത്തെ 6 മാസം, രണ്ടാമത്തെ 6 മാസം. അപ്പോഴാണ് ടോട്ടൽ നമുക്ക് 12 മാസം അല്ലെങ്കിൽ 1 ഇയർ ആവുക. അപ്പോൾ എത്ര തവണ എടുക്കണം? 2 തവണ. അപ്പോൾ 10 11 ആയി. എഗെയിൻ 10 11 ആയി. അപ്പോൾ 100 121. അപ്പോൾ 100 എന്ന് പറയുന്നതാണ് 16,000. ഒരു യൂണിറ്റ് എത്രയായി? 1 യൂണിറ്റ് എന്ന് പറയുന്നത് 160 ആയി. ചോദിച്ചിരിക്കുന്നത് ഇൻട്രസ്റ്റ്. ഓക്കെ. എമൗണ്ട് തന്നെയാണ് ചോദിച്ചേക്കുന്നത്. എമൗണ്ട് ഇസ് ഈക്വൽ ടു 160 × 11 × 11. അപ്പോൾ 176. 1760 × 11. 1760 × 11 എത്ര വരും? 19,360. 19,360. ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? അടുത്തത് if a certain sum becomes 2 times itself in 6 years at compound interest in case of annual compounding, then the number of years in which it will become 8 times of itself at the same rate of interest under annual compounding is. ഒരു സമ്മ് 6 വർഷം കൊണ്ട് ഡബിൾ ആകും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതേ സമ്മ് 8 തവണ ആവണമെങ്കിൽ
പ്രിൻസിപ്പലിൻ്റെ 8 ടൈംസ് ആവണമെങ്കിൽ എത്ര സമയം എടുക്കും, എത്ര വർഷം എടുക്കും, ഇതാണ് കാണേണ്ടത്. ഇത് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറയുന്നത് 1 ആണ് പ്രിൻസിപ്പൾ എന്ന് വിചാരിക്കാം. അപ്പോൾ 1 2 ടൈംസ് എന്ന് പറയുമ്പോൾ എത്രയായി? 1 2 ആയി. എത്ര സമയം കൊണ്ട്? 6 വർഷം കൊണ്ടാണ് അയക്കുന്നത്. അപ്പോൾ നമ്മൾ നടുക്ക് എഴുതിയേക്കുന്നത് ടൈമാണ്. 1 എന്ന് പറയുന്നത് 2 ആയി. അടുത്തത് അവരെന്താ ചോദിച്ചേക്കുന്നത്? ഈ 1 8 ടൈംസ് ആവാൻ അല്ലേ, 8 ടൈംസ് ആവാൻ എത്ര സമയം വേണമെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ 1 8 ടൈംസ് ആവാൻ എത്ര സമയം വേണമെന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ എമൗണ്ട് 2 അല്ലേ, 2വിൻ്റെ ഏത് പവർ എടുത്താലാണ് നമുക്ക് ഇവർ ചോദിച്ചേക്കുന്ന 8 ടൈംസ്, ഇവിടെ 8 ആയതുകൊണ്ട് 2വിൻ്റെ ഏത് പവർ എടുത്താലാണ് നമുക്ക് 8 ആവുന്നത് നോക്കാം. 2വിൻ്റെ ഏത് പവറാണ് 8? 2 raised to 3 ആണ് 8 അല്ലേ. 2 raised to 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ എമൗണ്ടിനെ ഇവർ ചോദിച്ചേക്കുന്ന ആ ഒരു നമ്പറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എമൗണ്ടിൻ്റെ ഏത് പവറാണോ എടുത്തത് ആ പവറിൻ്റെ വാല്യൂ കൊണ്ട് എന്ത് ചെയ്യുക? സമയത്തിന് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 6 ആയിരുന്നല്ലോ, 2 raised to 3 ചെയ്തപ്പോഴാണ് നമുക്ക് 8 കിട്ടിയത് അല്ലേ. അപ്പോൾ 2 raised to പവർ എത്ര വന്നു? 3 വന്നു. ആ 3 കൊണ്ട് എന്ത് മൾട്ടിപ്ലൈ ചെയ്യാം? ടൈമിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 6 × 3 എത്രയാണ്? 18. അപ്പോൾ 18 ഇയേഴ്സ് കൊണ്ടാണ് എന്താവുന്നത്? തന്നിരിക്കുന്ന പ്രിൻസിപ്പൽ അതിൻ്റെ 8 ഇരട്ടിയാവാം. മനസ്സിലായോ? അവരാദ്യം പറഞ്ഞേക്കുന്നത് ഇരട്ടിയാവാൻ, അതപ്പോൾ 1 എടുത്തു കഴിഞ്ഞാൽ 1 ഇരട്ടി എന്ന് പറയുമ്പോൾ 2 ആകാൻ വേണ്ടിയിട്ട് 6 ടൈംസ് ആണ് സമയം. ഇനി ഇത് 8 ടൈംസ് ആവണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആദ്യം തന്നിരിക്കുന്ന ഈ നമ്പറില്ലേ, ഡബിൾ ആയെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ 2വിൻ്റെ ഏത് പവർ എടുത്തു കഴിഞ്ഞാലാണ് 8 വരിക എന്ന് നോക്കുക. 2വിൻ്റെ ഏത് പവർ എടുത്തു കഴിഞ്ഞാൽ 8 വരിക? 2 raised to 3 ചെയ്യുമ്പോഴാണ് നമുക്ക് 8 വരിക. അപ്പോൾ ഏത് പവറാണോ എടുത്തത് ആ പവറിൻ്റെ ആ വാല്യൂ കൊണ്ട്, ആ ഡിജിറ്റ് കൊണ്ട് നമ്പർ ഓഫ് ടൈമിന് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 6 × 3 18 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എത്രയാണ്? 18 വർഷം. ഓക്കെ, അടുത്തത് എ സം ഓഫ് ₹36,000 deposited at a certain rate of compound interest compounded annually becomes 3 times itself after 6 years. How much will it become after 18 years at the same rate of compound interest? 36,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തേക്കാണ്, ഡെപ്പോസിറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഇത് 6 വർഷം കൊണ്ട് 36,000-ൻ്റെ 3 ഇരട്ടിയാകും. അങ്ങനെയാണെങ്കിൽ 18 വർഷത്തിന് ശേഷം സെയിം റേറ്റിൽ ഇത് എത്ര രൂപയായിട്ട് മാറും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ ചെയ്യാവുന്നതാണ്, അല്ലാതെ നമ്മളിങ്ങനെ ലെങ്തി ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നേരത്തെ പോലെ 1 എന്ന് എടുത്തു. ആദ്യം പ്രിൻസിപ്പിൾ 1 ആയിരുന്നു. ഇതെന്ത് പറ്റി? 6 വർഷം കൊണ്ട് 3 ഇരട്ടിയായി ആണല്ലോ. അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത്? 18 ഇയേഴ്സ് കൊണ്ട്. 18 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഈ 6നെ 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 18 കിട്ടുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് അങ്ങനെയായിരുന്നു, 2വിൻ്റെ ഏത് പവറാണോ അത് വെച്ചിട്ട് സമയത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി സമയത്തിൻ്റെ ചേഞ്ചാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സമയത്തിന് ആദ്യമുള്ള 6നെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 18 ഇയേഴ്സ് എന്നാവുക. അപ്പോൾ സമയത്തിന് ഏത് വെച്ചിട്ടാണോ മൾട്ടിപ്ലൈ ചെയ്തത് ആ വാല്യൂ എന്ത് ചെയ്യുക? എമൗണ്ടിൻ്റെ പവറാക്കി എടുക്കുക. അപ്പോൾ 3 raised to 3 എന്നായി. അപ്പോൾ അതിൻ്റെ മീനിങ് 18 വർഷം കൊണ്ട് ഈ പറയുന്ന പ്രിൻസിപ്പിൾ എത്ര മടങ്ങായി? 27 മടങ്ങായി. മനസ്സിലായോ? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ എന്തുണ്ടാവുക? ഒരു സമ്മ് 6 വർഷം കൊണ്ട് 3 ഇരട്ടിയായി. അങ്ങനെയെങ്കിൽ 27 ഇരട്ടി അവൻ എത്ര സമയം എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 3ൻ്റെ ഏത് പവർ എടുത്താലാണ് 27 കിട്ടുമെന്ന് നോക്കും. അപ്പോൾ 3 raised to 3 ആണ് 27. അപ്പോൾ 3ൻ്റെ ഏത് പവറാണ് എടുക്കുന്നത് ആ വാല്യൂ കൊണ്ട് സമയത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ചോദിച്ചേക്കുന്ന സമയം കിട്ടും. അപ്പോൾ 6 × 3 18 കിട്ടും. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് ആക്കി ചോദിച്ചേക്കുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പിൾ 18 വർഷം കൊണ്ട് 27 ഇരട്ടിയാകും. 18 വർഷം കൊണ്ട് എത്രയാവുമെന്ന് ചോദിച്ചേക്കുന്നത് 27 ഇരട്ടി. എത്രയുണ്ട് 27 ഇരട്ടി? ആദ്യം ഉണ്ടായ പ്രിൻസിപ്പിൾ 36,000 ആണ്. 36,000-ൻ്റെ 27 ഇരട്ടി. 36,000-ൻ്റെ 27 ഇരട്ടി എന്ന് പറയുമ്പോൾ 36,000 × 27. കൂടെ 3 0 972,000. ഓക്കെ ആണോ? ഓപ്ഷൻ ബി ക്ലിയർ ആണല്ലോ. അടുത്തത് ഇഫ് ദ ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് y at 4% per annum compounded annually for 2 years is
612. Then the total amount payable at the end of 2-year period will be. ഓക്കെ, ഒരു പ്രിൻസിപ്പിൾ തന്നിട്ടില്ല. പ്രിൻസിപ്പിൾ y ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ 4% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ 612 രൂപയാണ് പലിശ വകയിൽ കിട്ടുക. 2 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രം 612 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് ആണ് വിചാരിക്കുന്നത്. അതായത് ഈ പ്രിൻസിപ്പലും തന്നിരിക്കുന്ന 612 കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് എത്രയെന്നാണ് വിചാരിക്കുന്നത്. ഇതും എങ്ങനെ തന്നെ ചെയ്യാം, നമ്മുടെ സക്സസീവ് ചേഞ്ച് മെത്തേഡിൽ ചെയ്യാം. 4% എന്ന് പറയുമ്പോൾ 1/25 ആണ്. 1/25 ആണെങ്കിൽ എങ്ങനെ റേഷ്യോ വരിക, 25/26 ആയി. എഗെയിൻ 25/26 ആയി. 2 വർഷത്തെ പറഞ്ഞു വെക്കുന്നുണ്ട്. 25/26 ആയി. 25/26 ആയി. 625 676 ആയി. ഓക്കെ അല്ലേ? അപ്പോൾ എത്രയാണ് ഇവിടുത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരിക? 676 മൈനസ് 625. അതെത്രയാണ്? 51 യൂണിറ്റ്. അപ്പോൾ 51 യൂണിറ്റാണ് ഇവിടുത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അതിൻ്റെ വാല്യൂ ആണല്ലോ എത്ര? 612. അപ്പോൾ 51 യൂണിറ്റാണ് 612. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയായി? 612/51. അപ്പോൾ എത്ര വരും? 12. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 12 ആണ്. ചോദിച്ചേക്കുന്നത് എമൗണ്ട് കാണാനാണ്. എമൗണ്ട് എത്രയാണ്? 676 യൂണിറ്റ്. 676 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 676 ഇൻറ്റു 12 ചെയ്യുക. നമുക്ക് എത്ര ആൻസർ കിട്ടും? 8112. ഓപ്ഷൻ ബി. ഓക്കെ ആണല്ലോ? അടുത്തത്, the difference between the compound interest when interest compounded annually at the simple interest and the simple interest if 10,000 is deposited at 5% rate of interest per annum for 2 years is. 10,000 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ റേറ്റ് എത്രയാണ്? 5% 2 വർഷത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റിലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലും കിട്ടിയേക്കുന്ന ഇൻട്രസ്റ്റിൻ്റെ ഡിഫറൻസ് എത്രയായിരിക്കും എന്ന് ചോദിച്ചേക്കുന്നത്. ഇതുപോലെ 2 വർഷത്തേക്ക് മാത്രം, അതായത് 2 വർഷത്തിൻ്റെ കേസിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷനാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും ഡിഫറൻസ് ഇസ് ഈക്വൽ ടു PR² ഡിവൈഡഡ് ബൈ 100². P പ്രിൻസിപ്പൽ, R റേറ്റ്. ഓക്കെ ആണല്ലോ? ഇതെന്താണ്? 2 വർഷത്തിൻ്റെ കേസിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P 10,000 ഇൻറ്റു 5 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 എത്രയാണ്? 25 റുപ്പീസ്. ഓപ്ഷൻ എ. നമുക്കിത് ഇങ്ങനെ അല്ലാതെ കൺവെൻഷനലി ചെയ്യാം, അല്ലെങ്കിൽ ട്രീ മെത്തേഡ് ചെയ്യാം. കുറച്ചും കൂടി എളുപ്പം PR²/100². ചെറിയ ഇക്വേഷനാണ്, അപ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. അടുത്തത്, വാട്ട് വിൽ ബി ദ ടോട്ടൽ എമൗണ്ട് പേയബിൾ ഓൺ എ സം ഓഫ് റുപ്പീസ്. ഈ ക്വസ്റ്റ്യൻ ചെയ്ത ക്വസ്റ്റ്യനാണ് തോന്നുന്നത്. അടുത്തത്, Manish deposited a certain sum of money at 5% rate of interest per annum compounded annually. At the end of 3 years, Manish received a total amount of rupees 92,610. What was the sum of money deposited by Manish? Manish എത്രയോ പൈസ 5% പലിശയിൽ 3 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ മനീഷിന് കിട്ടിയേക്കുന്ന ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 92,610 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രിൻസിപ്പൽ എത്രയാണ്? എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്? ഇതാണ് ചോദിച്ചേക്കുന്നത്. 5% എന്ന് പറയുമ്പോൾ ഫ്രാക്ഷൻ ആക്കുമ്പോൾ എത്ര വരും? 1/20 എന്ന് വരും. അപ്പോൾ 1/20 ആണെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് എങ്ങനെ വരിക? 20 21 ആയി. അങ്ങനെ എത്ര തവണ? 3 വർഷത്തേക്ക് വരും. അപ്പോൾ 20 21 ആയി, 20 21 ആയി. 21ൻ്റെ ക്യൂബ് പഠിച്ചു വയ്ക്കുക. എത്രയാണ് 21ൻ്റെ ക്യൂബ്? 9261 ആണ്. 20യുടെ ക്യൂബ് 8000 ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ എമൗണ്ടും കിട്ടി, പ്രിൻസിപ്പലും കിട്ടി. പ്രിൻസിപ്പൽ എത്ര യൂണിറ്റാണ് കിട്ടി. എമൗണ്ട് നമുക്ക് തന്നേക്കുന്നത് എന്താ? ഈ തന്നിരിക്കുന്ന വാല്യൂവിനോട് ഒരു 10 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ അല്ലേ തന്നിരിക്കുന്ന ആക്ച്വൽ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ എത്രയായിരിക്കും? 8000 ഇൻറ്റു 10, അത് 80,000 ആയിരിക്കും എന്ത്? മനീഷ് ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്ന തുക. അടുത്തത്, rupees
3,903 is divided between A and B will show that A's share at the end of 7 years be equal to B's share at the end of 9 years, with interest being compounded annually at the rate of 4% per annum. The share of A is 3,903 രൂപ എയിലും ബിയിലും ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പോൾ 7 വർഷത്തിന് ശേഷം എക്ക് കിട്ടുന്ന തുകയും 9 വർഷത്തിന് ശേഷം ബിക്ക് കിട്ടുന്ന തുകയും എന്താണ്? ഈക്വൽ ആണ്. 4% പെർ ആനത്തിലാണ് ഇവരിത് എന്ത് ചെയ്തേക്കുന്നത്? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എയുടെ ഷെയർ എത്ര എന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ നമ്മൾ രണ്ടായിട്ട് ഭാഗിക്കുകയാണ്, പി എയും പി ബിയും. ഓക്കെ ആണല്ലോ. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിലാവുമ്പോൾ ഇതിൽ എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? 7 വർഷത്തിന് ശേഷം എക്ക് കിട്ടുന്ന എമൗണ്ടും 9 വർഷത്തിന് ശേഷം ബിക്ക് കിട്ടുന്ന എമൗണ്ടും ഈക്വൽ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 + r/100 റേസ് ടു ടി. അപ്പോൾ എയുടെ കേസാണെങ്കിൽ പി എ ഇൻറ്റു 1 + r എത്രയാണ്? 4/100 റേസ് ടു എത്ര വർഷം കൊണ്ടാണ് എക്ക് കിട്ടുന്നത്? 7 വിൽ ബി ഈക്വൽ ടു പി ബി ഇൻറ്റു 1 + 4/100 റേസ് ടു 9 ആണല്ലോ. നോക്കിക്കേ, ഇവിടെ റേസ് ടു 7 ആണ്, ഇവിടെ റേസ് ടു 9 ആണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാമല്ലോ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര ബാക്കി വരും? 9ൽ നിന്ന് 7 പോയി കഴിഞ്ഞാൽ ബാക്കി 2. നമ്മൾ പി ബിനെ താഴേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പി എ ബൈ പി ബി ഈക്വൽ ടു 1 + 4/100. 4/100 എന്ന് പറഞ്ഞാൽ 1/25 ആണ്. എത്ര വരിക? 26/25 ദ ഹോൾ സ്ക്വയർ. അതായത് 676 ഡിവൈഡ് ബൈ 625. അപ്പോൾ പി എൻ്റെ പ്രിൻസിപ്പളിൻ്റെ ഷെയർ 676 യൂണിറ്റ് ആണെങ്കിൽ ബിൻ്റെ ഷെയർ എത്രയാണ്? 625 യൂണിറ്റ് ആണ്. അപ്പോൾ രണ്ടുപേരുടെയും ഷെയറിൻ്റെ എത്ര ചെയ്തോണ്ട് ഷെയർ എന്നുള്ളതിൻ്റെ റേഷ്യോ കിട്ടി. പി എ പ്ലസ് പി ബി എന്താ? നമ്മൾ ഈ 3,903 രൂപയാണല്ലോ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ എൻ്റെ ഷെയറും ബിൻ്റെ ഷെയറും അതായത് 676ഉം 625ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടേണ്ടത്? ഇത്രയായിരിക്കും കിട്ടേണ്ടത്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര വരിക? രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 1301. അപ്പോൾ 1301 യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എത്രയാണ്? 3,903 ആണല്ലോ. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയായി? ഒരു യൂണിറ്റ് 3 നമ്മളോട് ചോദിച്ചേക്കുന്നത് എയുടെ ഷെയറാണ്. എയുടെ ഷെയർ എത്രയാണ്? 676 ആണ് എയുടെ ഷെയർ. അപ്പോൾ 676 ഇൻറ്റു 3 ചെയ്യാം. 2028. അല്ലെങ്കിൽ നമുക്കിവിടെ 3 വന്നുകൊണ്ട് 3ൻ്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്താലും മതി. അപ്പോൾ ഒന്നിൽ കൂടുതൽ 3ൻ്റെ മൾട്ടിപ്പിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 3 ചെറിയ വാല്യൂ കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ ചെയ്യുക. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.